നമസ്കാരം. പസഫിക് സമുദ്രത്തിൽ എൽനിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതോടെ രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ കടുത്ത പ്രതിസന്ധി. ഉൽപാദനത്തിലെ വൻ കുറവ് കാരണം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് KEB അറിയിച്ചു. ജൂൺ 30 വരെ വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയങ്ങളിൽ പരിമിതമായ തോതിൽ നിയന്ത്രണം ആവശ്യമായി വന്നേക്കും. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മുൻപ് വായ്പയായി വാങ്ങിയ വൈദ്യുതി തിരികെ നൽകേണ്ടി വന്നതും കടുത്ത ചൂട് കാരണം ആഭ്യന്തര ഉപയോഗം കുതിച്ചുയർന്നതുമാണ് കേരളത്തെ പെട്ടെന്ന് പ്രതിസന്ധിയിലാക്കിയത്. കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ കടുത്ത വേനലിൽ കേരളത്തിന്റെ ആവശ്യത്തിനായി ജൂൺ 16 മുതൽ തിരികെ നൽകാമെന്ന വ്യവസ്ഥയിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും KEB വൈദ്യുതി വായ്പയായി വാങ്ങിയിരുന്നത്. ഈ കരാർ പ്രകാരം വൈദ്യുതി തിരികെ നൽകേണ്ട സമയം ഇപ്പോഴാണ്. സംസ്ഥാനത്തെ അധിക ആവശ്യകത നിറവേറ്റുന്നതിനായി വിപണിയിൽ നിന്നും മുൻകൂട്ടി വൈദ്യുതി ഉറപ്പാക്കുന്ന ഡീപ് കരാറുകൾക്കായി KEB ശക്തമായ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ രാജ്യത്താകെ പടർന്നു പിടിച്ച എൽനിനോ പ്രതിസന്ധി കാരണം മറ്റ് സംസ്ഥാനങ്ങൾ വൈദ്യുതി നൽകാൻ തയ്യാറാകാത്തതിനാൽ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയായിരുന്നു. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മുൻകൂട്ടി മൺസൂൺ എത്തിയെങ്കിലും പ്രതീക്ഷിച്ച രീതിയിൽ മഴ ശക്തി പ്രാപിച്ചില്ല. ഇതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറയാത്തത് എയർ കണ്ടീഷണറുകളുടെയും ഫാനുകളുടെയും ഉപയോഗം വർദ്ധിപ്പിച്ചു. ഈ സീസണിൽ പരമാവധി 4100 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് ബോർഡ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇത് 4900 മെഗാവാട്ട് വരെയായി ഉയർന്നു. പ്രതിദിന വൈദ്യുതി ഉപയോഗത്തിൽ മാത്രം 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ആഭ്യന്തര ഉൽപ്പാദനത്തിലൂടെ 1700 മെഗാവാട്ടും കേന്ദ്ര നിലയങ്ങളിൽ നിന്നുള്ള വിഹിതമായി 1701 മെഗാവാട്ടും ദീർഘകാല കരാറുകളിലൂടെ 612 മെഗാവാട്ടും പൂർണ്ണതോതിൽ ലഭ്യമാക്കുന്നുണ്ട്. എന്നാൽ ഉയർന്ന ഉപയോഗം കാരണം ജൂൺ 16 മുതൽ 30 വരെയുള്ള കാലയളവിൽ പ്രതിദിനം 900 മെഗാവാട്ടിന് കുറവാണ് അനുഭവപ്പെടുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയാകാറുള്ള പവർ എക്സ്ചേഞ്ചുകളിലെ വൈദ്യുതി ലഭ്യതയും ദേശീയ തലത്തിലെ പ്രതിസന്ധി കാരണം വെറും 5% ചുരുങ്ങി. ഇതേ തുടർന്ന് ജൂൺ 16 രാത്രി 9-നും 12-നും ഇടയിൽ സംസ്ഥാനത്തെ ചില ഭാഗങ്ങളിൽ നേരിയ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നിരുന്നു. നിലവിലെ അടിയന്തര സാഹചര്യം വിലയിരുത്തുന്നതിനായി വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പവർ സെക്രട്ടറിയും KEB ചെയർമാനുമായ ഡോക്ടർ MG രാജമാണിക്യം ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ദിവസേനയുള്ള ഹ്രസ്വകാല കരാറുകളിലൂടെ ലഭ്യമാകുന്ന പരമാവധി വൈദ്യുതി ഉയർന്ന വില നൽകിയാണെങ്കിലും വാങ്ങി എത്തിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. എന്നാൽ വരും ദിവസങ്ങളിൽ ലഭ്യതക്കുറവ് നിയന്ത്രണാതീതമാവുകയാണെങ്കിൽ മൊത്തം വൈദ്യുതി ശൃംഖലയുടെ സുസ്ഥിരത തകരാതിരിക്കാൻ ആവശ്യമായ തോതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ KEBക്ക് യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ഉപഭോക്താക്കൾ വൈകുന്നേരങ്ങളിൽ വൈദ്യുതി ഉപയോഗം പരമാവധി ചുരുക്കി സഹകരിക്കണമെന്നാണ് ബോർഡ് പ്രധാനമായും അഭ്യർത്ഥിക്കുന്നത്. എന്തായാലും എൽനിനോ പ്രതിഭാസം ശക്തമായതോടുകൂടി കേരളം വലിയ വൈദ്യുതി പ്രതിസന്ധിയിലേക്കാണ് കടക്കുന്നത്. പലയിടങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലായി വൈദ്യുതി പവർ കട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് തുടരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുമെന്നുള്ളതാണ് ആശങ്ക. പലയിടങ്ങളിലായി ഉയർന്ന ചെലവിൽ തന്നെ വൈദ്യുതി എത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് പ്രാവർത്തികമാക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടില്ല. വരുന്ന ദിവസങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പവർ കട്ട് ഉണ്ടാകുന്നതായിരിക്കും.